അതായത് അവരവരുടെ തരത്തിൽപ്പെട്ട ആളുകളെ മാത്രം കണ്ട് കുട്ടികൾ വളരുന്നത് വലിയ അപകടമാണ്. SNDP ഗുരുവിനെ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാർട്ടി കാണേണ്ടത് പാർട്ടിയെ മാത്രമല്ല, ഈ സമൂഹത്തെ ആകെ കാണണം. ഈ വായനയുടെ ലോകത്തേക്ക് എങ്ങനെയാണ് അങ്ങനെ ആകസ്മികമായിട്ട് വന്നു പെട്ടതാണോ? ഇന്നത്തെ നിൻ്റെയൊക്കെ തലമുറയിൽ പെട്ടതായിരിക്കുന്ന ആൾക്ക് വായന പൊതുവേ കുറവാണ്, നേതാക്കന്മാർക്ക് വരെ. EMSനെ പോലുള്ളതായിരിക്കുന്ന രക്ഷയൊന്നും ഇന്ന് പാർട്ടി നേതൃത്വത്തിലുണ്ടെന്ന് എനിക്ക് തോന്നാനില്ല. നീ നിൻ്റെ ഒരു P. രാജുവിനെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു എക്സെപ്ഷനായിട്ട് കാണുകയാണ്. അതിൻ്റെതായിരിക്കുന്ന ഗരിമ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലുണ്ട്, അവതരണങ്ങളിലുണ്ട്. വായനയിലേക്ക് നീ എങ്ങനെ വരാനായിട്ട്? വായന ഈ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ ഞാൻ വായനയിലുണ്ട് അത്യാവശ്യം. അത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഈ പരിഷത്തിൻ്റെ ബാലവേദിയുണ്ട്. 8ാം ക്ലാസ് മുതൽ ഞാൻ അതിൽ ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ പോകുന്നതിൻ്റെ കൂടെ അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഈ ബാലവേദിയിലെ പ്രവർത്തനം, അപ്പോൾ ഈ പരിഷത്തിൻ്റെ പല പുസ്തകങ്ങൾ ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ അതൊരു പ്രേരണയായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രേരണക്കാലത്ത് നമ്മുടെ സീരി മാഷുണ്ട്, MK സീരി, ചിത്രകല, പ്രസാദ് മാഷാനിയ. അപ്പോൾ സീരി മാഷ് ഞങ്ങളുടെ ചിത്രകല അധ്യാപകനായിരുന്നു. അപ്പോൾ മൂപ്പര് അങ്ങനെ ചിത്രം എല്ലാ ക്ലാസ്സിലും കുട്ടികളെ കൊണ്ട് നിർബന്ധപൂർവ്വം വരപ്പിക്കുകയൊന്നുമില്ല, താല്പര്യരായ ആളുകളെ കൊണ്ടേ അത് ചെയ്യിക്കുള്ളൂ. അതേസമയം ആ പീരീഡ് വന്ന് പുള്ളി പുസ്തകങ്ങളെക്കുറിച്ച് പറയും, ഓരോ പുസ്തകങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ 3 മസ്കറ്റേഴ്സിൻ്റെ കഥയൊക്കെ 9ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പാവങ്ങൾ. അപ്പോൾ സാറായിരുന്നു സ്കൂൾ ലൈബ്രറിയുടെ ചാർജ്. അപ്പോൾ എനിക്ക് 9ാം ക്ലാസ്സിലെ വെക്കേഷന് മാഷ് എനിക്ക് പാവങ്ങൾ വായിക്കാൻ തന്നു. ഞാൻ 9ാം ക്ലാസ്സിലെ വെക്കേഷന് പാവങ്ങൾ വായിച്ചു. നാൽപ്പാടൻ്റെ പരിഭാഷ സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് ആയപ്പോൾ യുദ്ധവും സമാധാനത്തിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് വെർഷൻ തന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ കാലത്ത് ഈ വലിയ പുസ്തകങ്ങൾ, മഹത്തായ പുസ്തകങ്ങളുമായിട്ടുള്ളൊരു പരിചയം, അതിൻ്റെ ഒരു പ്രധാന പ്രേരണ സാറിൻ്റെ കഥ പറച്ചിൽ തന്നെയാണ്. ബിൽഡപ്പ് ചെയ്തിങ്ങനെ കൊണ്ടുവരും ഈ നോവലിൻ്റെ കഥ. ഒറ്റ ക്ലാസ്സിൽ മുഴുവൻ പറയില്ല, ഒരു ഭാഗം പറഞ്ഞ് നിർത്തിയിട്ട് പിന്നീട് അടുത്ത അവർ എപ്പോഴെങ്കിലും വന്ന് ബാക്കി പറയും. അതുകൊണ്ട് നമ്മളൊരു കൊല്ലം മുഴുവൻ ചിലപ്പോൾ ഒരു നോവലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് എന്നെ കുറേ പിന്നെ സ്വാഭാവികമായിട്ടും കോളേജിൽ വന്നപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോൾ പലപ്പോഴും എൻ്റെ വായനയുടെ ഒരു ആവശ്യം വന്നു. നിൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്ത് ഒരു ക്രിസ്തീയ ദേവാലയം അല്ലേ? അവിടെയും ചിലപ്പോൾ പ്ലേ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ല, ഞാൻ അവിടെയാണ് കളിച്ചത്. അതാണ് ഞാൻ എൻ്റെ അടുത്തൊരു ഘടകം എന്ന് പറയുന്നത്. കാരണം പൊതുവെ ഒരു സെക്കുലർ കാഴ്ചപ്പാടുണ്ടാകാനായിട്ട് അതും ഉണ്ടാകും. അതായത് എൻ്റെ നാട്ടിലെ ഈ എന്താ പറയുക, ക്രൈസ്തവരായ ഒരുപാട് പേരുണ്ട്, പിന്നെ കർഷക തൊഴിലാളികളായ ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു ടീം ഈ പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവിടെ വോളിബോൾ എന്നുണ്ട്. ഇന്നിപ്പോൾ വോളിബോളില്ല, നല്ല ഒരു വോളിബോൾ ടീമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ധാരാളമായിട്ട് പങ്കേറുന്നു. ഏതാണ്ട് ഒരു 4-5 കൊല്ലക്കാലം അവിടെയാണ് ഞാൻ കളിച്ച് വളർന്നത്. ഒരു 7ാം ക്ലാസ് മുതൽ ഒരു പ്രീ ഡിഗ്രി വരെയൊക്കെ ഒരു 5 വർഷക്കാലം പള്ളിയെ കേന്ദ്രീകരിച്ച് ഞാൻ പള്ളി പ്രദക്ഷിണത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പെരുന്നാളിന് പ്രദക്ഷിണത്തിന് പോകും. ഇപ്പം എൻ്റെ മോൻ പോകാറുണ്ട്, അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഏതാണ്ട് ഈ ചുറ്റുവട്ടത്ത് തന്നെയുള്ളതാണ്. അങ്ങനെ എനിക്കൊരു സെക്യുലറായിട്ടുള്ള ഒരു ജീവിതം ആ ഘട്ടത്തിലേക്ക് കിട്ടി. പിന്നെ ഞാൻ സാധാരണ നാട്ടിൻപുറത്ത് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും അതിരൊന്നും ഇല്ലാതെ ഒരു വിദ്യാഭ്യാസം കിട്ടി. ഒരുപക്ഷെ ഇപ്പം കുട്ടികൾക്ക് ആ ഒരു സ്പേസ് പോകണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എല്ലാവരുമായിട്ട് ഇടപഴകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ വിദ്യാലയങ്ങളിപ്പോൾ, അതായത് അവരവരുടെ തരത്തിൽപ്പെട്ട ആളുകളെ മാത്രം കണ്ട് കുട്ടികൾ വളരുന്നത് വലിയ അപകടമാണ്. ആ അപകടം ഇപ്പോൾ വിദ്യാഭ്യാസത്തിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ മറ്റൊരു മേഖലയാണല്ലോ പ്രസംഗം. ഈ പ്രസംഗത്തിലേക്ക് നീ ആകർഷണാകാനായിട്ട് ഏതെങ്കിലും ഒരു ഐക്കണായിരിക്കുന്ന ഒരു പ്രാസംഗികനുണ്ടായിരുന്നോ? നിനക്ക് ഒരു റോൾ മോഡലെന്നോ മറ്റോ പറയാൻ പറ്റാമോ? അങ്ങനെ എന്താ വെച്ചാൽ പ്രസംഗത്തിലേക്ക് ഞാൻ വന്നത്, ഞാൻ സ്കൂളിൽ വെച്ച് പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അത് വലിയൊരു പ്രസംഗമൊന്നും തോന്നുന്നില്ല. 5 മിനിറ്റ് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു വിഷയത്തിൽ 5 മിനിറ്റ് പറയും. അവരാണെങ്കിൽ വിഷയം നേരത്തെ തരും. അപ്പോൾ നമുക്കൊന്ന് ഒരുങ്ങിച്ചെന്ന് പറയാനുള്ളൊരു സമയം കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗത്തിലേക്ക് ശരിക്കും വരുന്നത് മലങ്കര കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായ സമയത്ത് ഈ വിദ്യാർത്ഥി പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ ഈ ഓരോ ക്യാമ്പയിനൊക്കെ വരുമ്പോൾ ക്ലാസ് മുറികളിൽ പോയി പറയുക, 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ പറയേണ്ടി വരിക. പ്രിൻസിപ്പളായിരുന്നു. അതെ അതെ, സാഗരത്തിൻ്റെ ഗർജനമായ അപ്പോൾ അവിടെ ആ കോളേജിലെ പ്രസംഗത്തിൽ നിന്നാണ് പ്രസംഗം ഒരു ശീലമായത്.
പക്ഷെ അന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത് പൊതുവേദിക്കൊന്നും പറ്റുന്ന പ്രസംഗമായിരുന്നില്ല. ഈ ക്ലാസ് മുറികൾക്ക് പറ്റുന്ന ഒരു 10 അല്ല, മിനിറ്റ്. എന്നാലും യൂണിവേഴ്സിറ്റിയിൽ സജീവത്വ മെഡൽ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല എല്ലാ വർഷവും അത് കൊടുക്കാറില്ല എന്നുള്ളത് നിനക്കറിയാലോ അല്ലേ? ആ വർഷം എന്ന് പറയുന്നത് പ്രസംഗ മത്സരത്തിന് നിനക്ക് സർവകലാശാലയിലെ വേണ്ടി നീ കലാപ്രതിഭയായിരുന്നു. പിന്നെ വേറെ ഏതൊക്കെ മേഖലയായിരുന്നു? അന്ന് കവിത എഴുതുമായിരുന്നു. കവിത എഴുത്തിന് എനിക്ക് വാസ്തവത്തിൽ എനിക്ക് പ്രസംഗത്തിന് കിട്ടിയതിനേക്കാൾ വളരെ കൂടുതൽ സമ്മാനം കവിത എഴുത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം ഡിഗ്രിക്ക് മാലിങ്ങര പഠിക്കുമ്പോൾ എനിക്ക് 3 കൊല്ലം കവിതാലയം എനിക്ക് സമ്മാനം കിട്ടിയതാണ്. അതെ, ചുടുക്കാടിന്റെ പാതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മത്സരവേദികളുടെ ഒരു പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ പ്രസംഗത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയടിക്ക് അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് വെടിക്കെട്ട് പോലെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. എനിക്ക് പതുക്കെ ഒരാശയം ബിൽഡപ്പ് ചെയ്ത് കുറച്ച് സമയം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റാണ്. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് പടക്കം പോലെ പൊട്ടണം. അത് പലപ്പോഴും പറ്റില്ല. അതേസമയം കവിത എഴുത്തെന്ന് പറയുന്നത് ഇവർ മുൻകൂട്ടി വിഷയം തരുമല്ലോ. അപ്പം നമ്മൾ പണ്ട് എഴുതിയ കവിത തന്നെ ഈ ടൈറ്റിലിന് പാകത്തിനൊന്ന് ക്രമീകരിച്ച് എഴുതും. അങ്ങനെ ക്രമീകരിച്ച് എഴുതിയാണ് ഈ 3 വർഷവും. ഞാൻ MA-ക്ക് RIC പഠിക്കുമ്പോൾ കുറെ കൂടി കവിതകളൊക്കെ വായിച്ചു. വലിയ കവിതകളൊക്കെ ആ സമയത്താണ് വായിക്കുന്നത്. അതോടെ ഞാൻ കവിത എഴുത്ത് നിർത്തി. അല്ല, ഇപ്പോഴും വേണമെങ്കിൽ ഒരു ശരാശരി കവിതയൊക്കെ എഴുതാം. എഴുതുന്ന പലരും ഒന്ന് കവിത വായിച്ചാൽ എന്നല്ല, ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്വയം എന്ന് വെച്ചാൽ കവിത എഴുതാനായിട്ടേ നല്ല മാനസിക അധ്വാനമുണ്ട്. ഒരു സാധനം മനസ്സിൽ കൊണ്ടു കിടന്ന് തിരുത്തി എഴുതി അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊരു ആവറേജോ അല്ലെങ്കിൽ എബോ ആവറേജ് എന്നൊക്കെ പറയാവുന്നൊരു സംഗതി വരുന്നുള്ളൂവെങ്കിൽ അതിനത്ര ഊർജ്ജം കളയേണ്ട കാര്യമില്ലല്ലോ എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. ആ സമയമാകുമ്പോഴേക്കും ഞാൻ പ്രസംഗത്തിൽ പക്ഷേ കുറച്ച് മാറുകയും ചെയ്തിരുന്നു. കുറേ കൂടി മാരായസെത്തുമ്പോഴേക്കും പൊതുവേദികളിൽ പ്രസംഗിച്ചു. നിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രസംഗവേദിയിൽ എന്നെ സ്വാധീനിച്ച് വിജയൻ മാഷാണ്. ഒരു കാലത്ത് നിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രസംഗങ്ങളൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഒരു കൂട്ടർ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് 8 പുസ്തകം പ്രസംഗം. അപ്പം അതിൻ്റെ ആമുഖത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് വിജയൻ മാഷയുടെ നിഴലിലായിരുന്നു എൻ്റെ പ്രസംഗം. അത് ഞാൻ ബോധപൂർവ്വം ഉണ്ടാക്കിയതൊന്നുമല്ല, ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടുമില്ല. ഇപ്പം പക്ഷേ ഏതാണ്ട് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. മാറി. അതും ബോധപൂർവ്വമല്ല, അതിങ്ങനെ പറഞ്ഞു വന്ന് സ്വന്തം ഒരു ശൈലി ഇവോൾവ് ചെയ്ത് വന്നു. പക്ഷേ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വിജയൻ മാഷ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനൊക്കുള്ളിൽ വിജയൻ മാഷ സ്വാധീനമുണ്ട്. ആ അളവിൽ തന്നെ അഴീക്കോട് മാഷ് സ്വാധീനിച്ചിട്ടില്ല ഒരർത്ഥത്തിൽ. പക്ഷെ അഴീക്കോട് മാഷ പ്രസംഗത്തിന് ഞാൻ കണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ 2 അറ്റത്തുള്ള ആളുകളെയും അത് എൻഗേജ് ചെയ്യിക്കും. ഇപ്പോൾ വഴിയിൽ നിൽക്കുന്ന ഒരു കപ്പലണ്ടി കച്ചവടക്കാരനാണെങ്കിൽ അയാൾക്കും അഴീക്കോട് മാഷിന് എന്തെങ്കിലും കേൾക്കാനുണ്ടാവും. ഒരു വലിയ പണ്ഡിതൻ നിൽപ്പുണ്ടെങ്കിൽ അയാൾക്കും കേൾക്കാനുണ്ടാവും. ഈ 2 അറ്റത്തോട് എൻഗേജ് ചെയ്യുക എന്നുള്ളത് അഴീക്കോട് മാഷക്കാണ് കൂടുതൽ കഴിഞ്ഞിട്ടുള്ളത്. വിജയൻ മാഷ് അങ്ങനെയല്ല. ഒരു നിലവാരമുള്ള ഒരു ഓഡിയൻസിനെ അതിനോടൊപ്പം പോകാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിലൂടെ വിജയൻ മാഷ് പറയണത് കടന്നു പോകും. നിന്റെ നോക്കുന്ന സമയത്ത് രചനകളെന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ആളുകൾക്കും ഈ പ്രസംഗം എന്ന് പറയുന്നത് വളരെ പോപ്പുലിസ്റ്റ് ആയിരിക്കുന്ന പ്രസംഗമാണ് നീ കാണുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ളതായിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഈ പ്രസംഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻട്രാക്ഷൻ തന്നെയല്ലേ അതെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രസംഗങ്ങളിൽ ഇങ്ങനെ സാധിക്കും? സോഷ്യൽ മീഡിയയിലെ പ്രസംഗം എന്ന് പറയുന്നത് മിക്കവാറും ഇപ്പം ഈ വേദികളിൽ നടന്ന പ്രസംഗങ്ങളുടെ റെക്കോർഡുകളാണല്ലോ. അല്ലാതെ ഇപ്പം ഈ കോവിഡ് പീരീഡിൽ സോഷ്യൽ മീഡിയയിൽ കുറേ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ പ്രസംഗം തോന്നുന്നുണ്ട്. കാരണം ഈ വസ്തുതകൾ പറഞ്ഞു പോകാമെന്നല്ലാതെ, കാരണം പ്രസംഗത്തെ സംബന്ധിച്ച് ബേസിക്കലി അത് ഒരു 2-way പ്രോസസ്സാണ്. ഈ കേൾവിക്കാരവിടെ നിശബ്ദരായിട്ടിരിക്കുന്നതാണെങ്കിലും അവരെ കൂടി ചേർത്തിട്ടേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു വേദിയിൽ സംസാരിച്ചു തുടങ്ങി ആദ്യത്തെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് സദസ്സുമായിട്ടൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ മഹാഭാരതത്തെ കുറിച്ചുള്ള നിന്റെ പ്രഭാഷണ പരമ്പര തന്നെയുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഏതാണ്ട് മണിക്കൂറുകളാണ്. ഒരു 3 മണിക്കൂർ വെച്ചുണ്ടായിരുന്നു 5 ദിവസം. ഇപ്പം ശ്രീനാരായണഗുരുവിലേക്ക് പതുക്കെ മാറിയിട്ടുണ്ട്. ഈ SNDP സദസ്സുകൾ നിനക്ക് ലഭിക്കാറുണ്ട്? SNDP സദസ്സുകളിൽ എന്നെ ചിലരൊക്കെ വിളിച്ചിട്ടുണ്ട്. 1-2 തവണ ഞാൻ പോയി. പിന്നെ എനിക്കവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ശ്രദ്ധാപൂർവം നമുക്ക് പറയാനുള്ളൊരു അന്തരീക്ഷം പലപ്പോഴും ഉണ്ടാവില്ല. കാരണം പല ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് വിളിക്കുക. എന്തെങ്കിലും റാലിയൊക്കെ ഉണ്ടാവും, ചതയദിനാഘോഷം. അപ്പം അതിൻ്റെ ഇടയിലാവുമ്പോൾ നമ്മൾക്കങ്ങനെ ഒരു ശാന്തമായി എൻഗേജ് ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പൊതുവെ അത്തരം വേദികൾ ഒഴിവാക്കുക. പിന്നെ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം SNDP ഗുരുവിനെ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവരുടെ മനസ്സിലാക്കൽ തെറ്റെന്നല്ല, മറിച്ച് അവർ മനസ്സിലാക്കുന്നത് SNDPയുടെ ഒരു സ്ഥാപക നേതൃത്വം, ഈഴവ സമുദായത്തിൻ്റെ ഒരു വലിയ ആചാര്യൻ, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഞാൻ ആ രൂപത്തിലല്ല അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൂടി ആയിരിക്കുമ്പോൾ ഗുരു അതിനെല്ലാം അപ്പുറമാണെന്ന് ഒരു ധാരണയാണ് എനിക്കുള്ളത്. അപ്പം അത് വേണ്ട പോലെ എനിക്ക് ഇത്തരം സദസ്സുകളിൽ വിനിമയം ചെയ്യാൻ പറ്റാറില്ല. പലപ്പോഴും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെയുള്ളവരുടെ പൂർവ്വധാരണകൾ തന്നെയാണ് അവർ വീണ്ടും ആവർത്തിച്ചുറപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊതുവേ ഈ ഭാരതീയ ദാർശനികത നീ ആഴത്തിൽ പഠിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഈ സെമറ്റിക് പാരമ്പര്യത്തിലേക്ക് അധികം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് ഞാനങ്ങനെ എൻ്റെ മതപഠനം എന്ന് പറയുന്നത് മതങ്ങളെ അങ്ങനെ സസൂക്ഷ്മം പിന്തുടരുക എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഞാൻ ഈ സോഷ്യൽ ഇൻ്റർവെൻഷന് വേണ്ടി വരുമ്പോൾ ഇപ്പോൾ ഗുരുവിനെ ആഴത്തിൽ പഠിക്കാൻ പ്രേരണയായൊരു സന്ദർഭം ഈ SNDP പോയി BJPയിൽ ചേരാൻ തീരുമാനിച്ചൊരു ഘട്ടമുണ്ട് 6-7 കൊല്ലം മുമ്പ്. അപ്പോൾ അതിനു മുമ്പും ഗുരുവിൽ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ ടെക്സ്ച്വലായി നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ബേസിക് ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ആത്മോപദേശതകം, അനുകമ്പാദശകം, ദൈവദേശകം, അങ്ങനെ ഗുരുവിൻ്റെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഗുരുവിനെ ഹിന്ദുത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് തെറ്റാണെന്ന് കവലതോറും നിന്ന് പറഞ്ഞു. അതല്ലാതെ പുറത്തു നിന്ന് ഗുരു സെക്യുലറാണെന്ന് പറയല്ല, ഗുരുവിൻ്റെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കയറിയെന്ന് പറഞ്ഞു. അതിന് കുറച്ചുകൂടി ഫലമുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗുരുവിൻ്റെ ടെക്സ്റ്റുകളുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ ഗുരുവിനെ ആദരിക്കുന്ന ഒരാൾക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം പറയുകയാണെന്ന് പറയും. ആത്മോപദേശം പറയുമ്പോൾ അത് പാർട്ടി പരിപാടിയല്ലല്ലോ, അത് ഗുരുവിനെ ആദരിക്കുന്ന ആർക്കും അംഗീകരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ അതെന്നെയും കുറച്ച് മാറ്റി കേട്ടോ. ഇപ്പോൾ ഗുരുവായിട്ടുള്ള എൻഗേജ്മെൻറ്റ് എൻ്റെ ബോധ്യങ്ങളെയും പതിയെ നവീകരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മാർപ്പാപ്പയുടെ ഒരു ആശയങ്ങളോട് വലിയ ഒരു ഇഷ്ടം ആദ്യഘട്ടം മുതൽ തോന്നിയിട്ടുണ്ട്. 2 കാര്യമാണ്. അദ്ദേഹം ഒന്നാമത് ഈ ബേസിക്കലി ഒരു എന്താ പറയുക, സ്നേഹം എന്ന് പറയുന്നതിനെ, കരുണ എന്ന് പറയുന്നതിനെ, അതിൻ്റെ ആവിഷ്കാരത്തെ ദൈവമായിട്ട് കാണുകയാണ്. അതായത് ഇപ്പോൾ ദൈവം എന്ന് പറയുന്നതിനെ, ഇപ്പോൾ നാരായണ ഗുരുവിൽ ഇതിൻ്റെ വേറൊരു രൂപമുണ്ട്. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദിയായിരുന്നല്ലോ. അപ്പോൾ അയ്യപ്പൻ മാഷ് ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ മാഷുടെ ഗുരുവിൻ്റെ അനുയായികളുള്ള ഒരാൾ ഒരിക്കൽ ഗുരുവിനോട് പറഞ്ഞ് അയ്യപ്പൻ മാഷ് ദൈവമില്ലാന്ന് ഇങ്ങനെ നാടൻപാടും പ്രസംഗിച്ച് കിടക്കുന്നുണ്ട്, സ്വാമി അത് പറഞ്ഞെന്ന് നിർത്തിക്കണം. അപ്പോൾ ഗുരു നല്ല സിമ്പിളായിട്ട് പറഞ്ഞത്, അയ്യപ്പൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. ഈ ബത്തേരി തുത്തിയിൽ സമറിയക്കാരൻ്റെ ഉപമയാണ് മാർപ്പാപ്പ കൂടുതലും എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഇതിനൊരു മറുപടിയായിട്ട് തോന്നിയിരിക്കുന്നത്. പാപ്പ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ സമറിയക്കാരൻ്റെ ഗുഡ് സമറിയത്തിൽ നിന്നായിരിക്കുന്ന പാരബിളിൽ നീ ഈ സമറിയക്കാരൻ്റെ കഥാപാത്രത്തിൽ ഏത് കഥാപാത്രത്തിൽ നീ പ്രതിനിധീകരിക്കുന്നു? നീ അതിനകത്ത് പുരോഹിതനാണോ, നീ അതിനകത്ത് ലേവായനാണോ, അതുമല്ലെങ്കിൽ നീ നിന്ന് സമറിയക്കാരനാണോ, അല്ലെങ്കിൽ സത്രം സൂക്ഷിപ്പുകാരനാണോ? അങ്ങനെ വളരെ സ്റ്റാർക്കായിരിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ഇരുത്തി മനനം ചെയ്യുന്നതായിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഈ സഹോദരൻ അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞ ഈ സമയത്തും നമുക്ക് അദ്ദേഹമായിരുന്നത് ശരിക്കുള്ള സമറിയക്കാരൻ. അല്ലാതെ ഗുരുവിൻ്റെ ഒരു ഇതെനിക്ക് തോന്നിയത് എന്താ വെച്ചാലേ, പ്രവൃത്തിയാകാതെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഗുരു അതാണ് ചെയ്തൊരു കാര്യം. നിങ്ങൾ അത് ഏതളവിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ ഡിപ്പെൻസ്, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അത് വേണം. പിന്നെ രണ്ടാമത് മൂപ്പരെല്ലാവരോടും എന്താ പറയുക, ഒരാളെയും ശത്രുവാക്കിയില്ല. ഞാൻ ഗുരുവിൽ കണ്ട ഏറ്റവും വലിയൊരു കാര്യം അതാണ്. നമുക്കൊന്നും പറ്റണ കാര്യമല്ല, പക്ഷേ ഗുരുവിന് പ്രതിദ്വന്ദികളാരും ഉണ്ടായില്ല. നിസാർ മാഷ് ഗുരുവിനെക്കുറിച്ച് എഴുതിയ പഠനത്തിൽ അത് പറയുന്നുണ്ട്. ഒരാളെ അപ്പുറത്തില്ല, അപ്പുറം നിൽക്കുന്ന ആളുടെ നിലപാടും തൻ്റെ തന്നെയാണ്. നടരാജ ഗുരു പറയണൊരു കഥയുണ്ട്. ഗുരു സിലോണിലേക്ക് പോണ വഴിക്ക് കപ്പലിൽ പോവുകയാണ്. അപ്പോൾ വല്ലാതെ കടലിളകിയിട്ട് ആളുകൾക്കാകെ പരിഭ്രമമായി കുറേ ആളുകൾ. അപ്പോൾ പിന്നെ ശാന്തമായപ്പോൾ കുറച്ചാളുകൾ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നാമും ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. വേറെ കുറച്ചാളുകൾ ഗുരുവിനോട് വന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നാമും ഭയന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു പൊസിഷൻ ഇതാണ്. ഈ കടലിളകുമ്പോൾ കപ്പലിൽ മുങ്ങിപ്പോകുന്ന ആളുകൾക്ക് പേടിയുണ്ടാവും, അതൊരു സ്വാഭാവികമാണ്. അവരോട് ഗുരു പറഞ്ഞു, നാമും ഭയപ്പെട്ടു. കാരണം അവരിലൊരു ശരിയുണ്ട്, അതൊരു കുറ്റകൃത്യമൊന്നുമല്ല ഭയപ്പെടുക.
ഭയപ്പെടാത്ത ചില ആളുകളുണ്ട്. അവരോട് ഗുരു പറഞ്ഞു അവൻ ഭയപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇത് രണ്ടിലേത് ശരി എന്നുള്ളത് ഒരു തർക്കമാണ്. ഈ രണ്ടും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗുരുവിൻ്റെ ഒരു പൊസിഷൻ അതാണ്.